KSRTC ശബരിമല സർവീസിൽ മുന്നറിയിപ്പുമായി ഹൈക്കോടതി തീർത്ഥാടകരെ നിർത്തിക്കൊണ്ടുപോയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് ദേവസ്വം ബെഞ്ച് മുന്നറിയിപ്പ് നൽകി. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു ബസ് പോലും ശബരിമല സർവീസിൽ ഉണ്ടാകരുതെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട നാളെ തുറക്കാനിരിക്കെയാണ് ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ. 1000-ഓളം ബസ്സുകളാണ് ശബരിമല തീർത്ഥാടനത്തിനായി KSRTC അയക്കുന്നത്. തീർത്ഥാടകർക്കായി ഒരുക്കുന്ന ബസ്സുകളുടെ കാര്യത്തിൽ ഹൈക്കോടതി നേരത്തെ ചില നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. ഇത് കർശനമായി പാലിച്ചിരിക്കണമെന്നും ഹൈക്കോടതി നിലവിൽ നിർദ്ദേശം നൽകി. തീർത്ഥാടകരെ നിർത്തിക്കൊണ്ടു പോകരുത്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ബസ്സുകൾ പാടില്ല തുടങ്ങിയവയടക്കമാണ് നിർദ്ദേശങ്ങൾ. ഇവ പാലിക്കുന്നുണ്ടെന്ന് ഗതാഗത കമ്മീഷണർ ഉറപ്പാക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. എന്തൊക്കെ ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന റിപ്പോർട്ട് സമർപ്പിക്കാനും ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചു. നിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ കർശന നടപടി ഉണ്ടാകുമെന്നും ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തീർത്ഥാടനത്തോടനുബന്ധിച്ച ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അറിയിച്ചു. 18ാം പടിയിൽ പരിചയസമ്പന്നരായ പോലീസുകാരെ നിയോഗിക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശം പാലിക്കും. ചുക്കുവെള്ളവും ബിസ്ക്കറ്റും അടക്കം മുഴുവൻ സമയവും ലഭ്യമാക്കും. ജലം, വൈദ്യുതി, വനംവകുപ്പ് തുടങ്ങിയവയും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഹൈക്കോടതി അറിയിച്ചു. എല്ലാ ദിവസവും 3 നേരം അന്നദാനത്തിനുള്ള ഒരുക്കങ്ങളും പൂർത്തിയായതായി ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട്. ജനം, കൊച്ചി.